ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിന് പുറമെ വോട്ട് കണക്കിലും LDF-ന് വൻ തിരിച്ചടി. 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-നാണ് ലീഡ്. 11 BJP മുന്നിലെത്തി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക വിലയിരുത്തലിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റന്നാൾ യോഗം ചേരും. CPM-ന്റെ അടിസ്ഥാന വോട്ട് ചോർന്നിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, 5 ദിവസത്തെ നേതൃയോഗങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നത് ഈ തിരിച്ചടിയുടെ ഗൗരവം ഉൾക്കൊണ്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയല്ലേ? വേണു, ഉറപ്പായിട്ടും. അതായത് CPM പ്രത്യക്ഷമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി ഭരണവിരുദ്ധ വികാരം കാര്യമായി ഉണ്ടായി, അതാണ് ഈ പരാജയത്തിന് കാരണമെന്ന CPM-നുള്ളിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അത്രയ്ക്കുള്ള തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് നേരിടേണ്ടി വന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം UDF MPമാർക്കെതിരെ ചില വിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ട് കൂടി ഏതെങ്കിലും മണ്ഡലത്തിൽ കാര്യമായ ഒരു എഡ്ജെടുക്കാൻ LDF സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ CPM-ന്റെ ഉള്ളിൽ തന്നെ ഉയരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി, 2 മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് വിശ്വാസ്യതാ പ്രശ്നമുണ്ടാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത്തരം ആരോപണം ഉയരുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായ വിശദീകരണം നൽകാത്തത് UDF-ലേക്ക് ജനങ്ങളെ എത്തിച്ചു. ഇങ്ങനെയുള്ള പൊതുവികാരമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതടക്കമുള്ള മുഴുവൻ വിശദാംശങ്ങളും ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ വിളിച്ചിട്ടുള്ളത്. അതിൽ 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും തിരുത്തേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യവും സംസ്ഥാന നേതൃയോഗങ്ങൾ ചർച്ചയാകും. K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന CPM ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പകരം ചുമതല കൈമാറണോ, പുതിയ മന്ത്രിയെ കണ്ടെത്തണമോ എന്ന സെക്രട്ടേറിയറ്റിലായിരിക്കും ചർച്ച ഉയരുക. ഒരുപക്ഷെ മുഖമിനുക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. നേരത്തെയും ചില മന്ത്രിമാരുടെ ക്യാബിനറ്റിലെ ചില മന്ത്രിമാരുടെ പെർഫോമൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില എതിരഭിപ്രായം ഉയർന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടത്തും. അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് CPM-ന് നിർണായകമായത് നിയമസഭാ മണ്ഡലങ്ങളടക്കം അവർക്ക് കൈമോശം സംഭവിച്ചു, അല്ലെങ്കിൽ കൈവിട്ടു പോയി എന്നുള്ളതാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 111-ലും UDF മേൽക്കൈ നേടിയപ്പോൾ 11-ഇടത്ത് BJP മുൻപിലെത്തി. നിയമസഭയിൽ നിലവിൽ 99 സിറ്റിംഗ് സീറ്റുള്ള LDF-ന് 18 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതും CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തൃശ്ശൂരിൽ 6-ഉം തിരുവനന്തപുരത്ത് 3-ഉം ആറ്റിങ്ങൽ 2-ഉം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി BJP ലീഡ് നേടി എന്നുള്ളതും CPM-നെ സംബന്ധിച്ച് തിരിച്ചടിയായി കണക്കാക്കാൻ കഴിയും. LDF-ൽ നിന്നും BJP പിടിച്ചത് 11 സീറ്റുകളാണ്. കഴക്കൂട്ടവും വട്ടിയൂർക്കാവും നേമവും ആറ്റിങ്ങലും കാട്ടാക്കടയും മണലൂരും ഒല്ലൂരും ഉൾപ്പെടെ 11 സീറ്റുകൾ LDF-ൽ നിന്നും BJP പിടിച്ചു. UDF-ൽ നിന്നും BJP സീറ്റൊന്നും പിടിച്ചതുമില്ല. അതേസമയം LDF-ൽ നിന്നും UDF പിടിച്ചത് 70 സീറ്റുകളാണ്. ഏതായാലും ഇനി വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ട്, അതേപോലെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പും വരികയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി ഏതൊക്കെ രീതിയിൽ തിരുത്തണം എന്നുള്ള കാര്യത്തിൽ ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് നിലവിൽ ഇപ്പോൾ CPM നേതൃത്വം ആലോചിക്കുന്നുണ്ട്. വേണു, ഉന്മേഷ്.